भारत माता की युवा मोर्चा की प्रतिषेधम 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 യുവ മോർച്ചയുടെ പ്രതിഷേധം നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞോ സോദരരെ സഖാവ് വിപി വിനോദ് സ്വർണ്ണം കട്ടൊരു വിനോദ് അറസ്റ്റ് ചെയ്യൂ പോലീസ് അറസ്റ്റ് ചെയ്യൂ പോലീസ് നാണം കെട്ടൊരു പോലീസ് പിണറായിയുടെ പോലീസ് പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം ജയ് 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 യുവമോർച്ച ജയ് ഭാരത് മാതാ ബാലുശ്ശേരി കോട്ടയിലെ സ്വർണ്ണം കട്ടൊരു വിനോദിനെ അറസ്റ്റ് ചെയ്യൂ പോലീസ് പിണറായിയുടെ പോലീസ് കാക്കിക്കുള്ളിലെ സഖാക്കളെ പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം ജയ് 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 യുവമോർച്ച താക്കീത് യുവമോർച്ചയുടെ താക്കീത് ജയ് 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 ഭാരത് മാതാ. ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം കോഴിക്കോട് നടക്കുന്നത്. ജനം ടി വി വാർത്തയെ തുടർന്നാണ് ഈ പ്രതിഷേധം അലയടിക്കുന്നത്. ജനം ടി വിയുടെ ക്യാമ്പയിൻ മാഫിയ വാഴും ദേവസ്വം തുടരുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ കോഴിക്കോട് റിപ്പോർട്ടർ അനഘ ഹർഷനാണ് ഈ ക്ഷേത്രത്തിൽ നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം. അനഘ തന്നെ ചേരുകയാണ്. അനഘ, ഈ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ക്യാമ്പയിനാണല്ലോ മാഫിയ വാഴും ദേവസ്വം എന്നുള്ളത്. ഇപ്പോൾ ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? പറയൂ. ഗൗതം, ജനം ടി വിയാണ് ആദ്യം ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ ഈ കൊടും കൊള്ളയുടെ വിവരം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിൽ 10 വർഷത്തോളം അവിടെയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന പി വിനോദ്, ഈ വിനോദാണ് ക്ഷേത്രത്തിൽ നിന്ന് 20 പവനോളം സ്വർണം ആ ക്ഷേത്രത്തിൽ നിന്ന് കവർച്ച ചെയ്തു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഈ വിനോദ് ഒരു സഖാവാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഈ വിനോദ് ഈ ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിൽ മാത്രമല്ല, ഈ 8ഓളം ക്ഷേത്രങ്ങൾ, മലബാർ മേഖലയിലെ 8ഓളം ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ഈ വിനോദ് ആ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കവർച്ച ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിനെ തുടർന്ന് കൃത്യമായ കാര്യങ്ങളടക്കം പുറത്തു വന്നതിന് ശേഷവും ഈ വിനോദിനെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ ഇതുവരെ പോലീസ് മുതിർന്നിട്ടില്ല എന്നതാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ യുവമോർച്ച ഈ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. പോലീസ് സ്റ്റേഷൻ മാർച്ചാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഈ സ്വർണ്ണക്കള്ളൻ സഖാവ് പി വിനോദിനെ അറസ്റ്റ് ചെയ്യുക എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് എന്നാണ് ഗൗതം. ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ മാർച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ആദ്യം പുറം ലോകത്തെ അറിയിച്ചത് ജനം ടി വിയാണ്. ജനം ടി വിയുടെ ക്യാമ്പയിൻ മാഫിയ വാഴും ദേവസ്വം തുടരുകയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ഹൈന്ദവ സംഘടനകളുടെ, ദേശീയ പ്രസ്ഥാനങ്ങളുടെ നടന്നുകൊണ്ട് നിൽക്കുന്ന പ്രക്ഷോഭത്തിന് കൂടുതൽ കരുത്തും ആവേശവും പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജനം ടി വി ഈ ക്യാമ്പയിൻ 2 ആഴ്ചകൾക്ക് മുൻപ് ആരംഭിച്ചത്. ഈ ക്യാമ്പയിനെ തുടർന്ന് മലബാർ ദേവസ്വത്തിൻ്റെയും കൊച്ചിൻ ദേവസ്വത്തിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും കീഴിൽ നടന്നിട്ടുള്ള വ്യാപകമായ ഭൂമി കുംഭകോണവും വിവിധ മതവിഭാഗങ്ങൾ എങ്ങനെയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭൂമി തട്ടിയെടുത്തുകൊണ്ട് പോയതെന്നും ഒപ്പം ഭക്തർ സമർപ്പിച്ച വലിയ തോതിലുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് ക്ഷേത്രങ്ങളിൽ നിന്നും പുറത്തേക്ക് പോയതെന്നും വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്ന ക്യാമ്പയിനാണ് ഈ മാഫിയ വാഴും ദേവസ്വം എന്നുള്ളത്. ഈ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ഈ ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ
സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നൽകിയത്. ഇപ്പോൾ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന വിനോദ് എന്ന ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തുന്നത്. അതിന്റെ തത്സമയ ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. പക്ഷെ ഇത് ദേവന്റെ സ്വത്താണ് പ്രിയപ്പെട്ടവര്, ദേവന്റെ സ്വത്താണ്. ദേവന്റെ സ്വത്ത് അങ്ങനെ എക്കാലവും ഒന്ന് മൂടി വെക്കാനൊന്നും എക്കാലവും കട്ടുകൊണ്ടുപോകാമെന്നും ആരും കരുതേണ്ട. അത് ദേവൻ തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുക. അത്തരത്തില് പിഷാരികാവ് ക്ഷേത്രത്തിലും അദ്ദേഹം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒട്ടനവധി ക്ഷേത്രങ്ങള് വലിയ കൊള്ളയാണ് അയാൾ നടത്തിയിട്ടുള്ളത്. ഈ അഴിമതി കഥകൾ ഓരോന്നോരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 മാസം പിന്നിട്ടിരിക്കുക. അദ്ദേഹത്തിനെതിരെ ബാലുശ്ശേരി കോട്ട ദേവസ്വം ഓഫീസില് BJPയുടെ നേതാക്കൾ നേരിട്ട് ചെന്നെത്തി അവിടുത്തെ ജീവനക്കാരെ കൊണ്ട് അദ്ദേഹം രേഖാമൂലം പരാതി ഈ BP വിനോദിനെതിരെ. പക്ഷേ ആ പരാതി ലഭിച്ചിട്ടും ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥര് അത് മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു ചെറു വിരലനക്കാൻ പോലും തയ്യാറാവാത്ത സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ പോലീസുകാര് ഇങ്ങനെ ഈ വിനോദിനെ സംരക്ഷിക്കുന്നത്? ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുന്നത്. ഇപ്പോൾ ആ മാർച്ച് തുടരുകയാണ്. ജനം TV വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം നടക്കുന്നത്.